പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിന് ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇന്നലെ പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ISRO മുൻ ശാസ്ത്രജ്ഞൻ M. അണ്ണാദുരൈ അടക്കമുള്ളവരുടെ പേര് ചർച്ചയായിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, തിരുച്ചി ശിവയുടെ അടക്കം പേര് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം? സമവായത്തിലോടുകൂടി ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ശ്രമിക്കുന്നത്. അതിന് എല്ലാ പാർട്ടികളുടെയും, അതായത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തെ ഇതിനോടകം തന്നെയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമം നടക്കുന്നതിന്റെ ചർച്ചകൾ തുടർന്നു വരികയാണ്. ഒന്നുകിൽ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബീഹാറിൽ നിന്നോ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിർത്തണം എന്ന ആശയമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഇന്നലെ നടന്ന ചർച്ചകളിൽ അത്തരത്തിലൊരു സമവായ പേരിലേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ആദ്യം ഇന്നലെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന യോഗത്തിൽ അത്തരത്തിലൊരു സമവായത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാണ് എന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. NDAയുടെ ഭാഗത്തുനിന്ന് CP രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഏകകണ്ഠമായി സമവായത്തിലൂടെ മുഴുവൻ അംഗങ്ങളും പിന്തുണച്ചുകൊണ്ട് ഉപരാഷ്ട്രപതിയെ വിജയിപ്പിക്കണമെന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചിരുന്നു. നേരത്തെയും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ദ്രൗപദി മുർമുവിനെ കൊണ്ടുവന്നപ്പോഴും സമാനമായ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ സ്ഥാനങ്ങളാണ്. അവിടേക്ക് എല്ലാ അംഗങ്ങളും ഒരുമിച്ച് നിന്ന് ജിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കൊക്കെ തിരികെ എത്താം. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്.